ഒരിക്കൽ മുംബൈ ഫ്രാഞ്ചൈസിയെക്കുറിച്ചും പ്ലെയേഴ്സിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ രോഹിത് ശർമ്മ ഇങ്ങനെ പറഞ്ഞു: മുംബൈ ഇന്ത്യൻസിന് ഏറ്റവും കരുത്തുറ്റ ടാലന്റ് സ്കൌട്ടിംഗ് പ്രോഗ്രാം ഉണ്ട്. ജോൺ റൈറ്റിനെ ഓർക്കുന്നില്ലേ? ജസ്പ്രീത് ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും സ്പോർട്ടിംഗും സൈനിങ്ങും. എന്നാൽ തിലകിന് വിപുലമായ സ്കൌട്ടിംഗിന്റെ ആവശ്യമില്ല. കാരണം ഇതിനോടകം തന്നെ അണ്ടർ-19 തലത്തിൽ തന്റെ കഴിവുകൾ തിലക് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. മുംബൈ തിലകിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള പ്ലാറ്റ്ഫോം നൽകി. T20യെ മഹത്വത്തിലേക്ക് ഉയർത്തുവാനുള്ള സ്പ്രിംഗ് ബോർഡായി തിലക് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓപ്പണേഴ്സ് മിന്നും തുടക്കം നൽകിയാൽ ആ ഫ്ലോ കളയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനൊപ്പം ഒരു ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യേണ്ട സാഹചര്യത്തിൽ അതിനും കഴിയുന്നു എന്നതാണ് തിലക് വർമ്മയെ മറ്റു യുവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഘടകം. ഇതാണെന്റെ ശൈലി, ഞാൻ ഇങ്ങനെയേ ബാറ്റ് ചെയ്യൂ എന്ന ചിന്തകൾക്കപ്പുറം കളിയുടെ സാഹചര്യവും ടീമിന്റെ ആവശ്യകതയും മനസ്സിലാക്കി ബാറ്റ് ചെയ്യുന്ന പ്രവണതയാണ് ഏതൊരു ടീമും അവരുടെ ബാറ്റേഴ്സിൽ നിന്നും ആഗ്രഹിക്കുക. അതാണ് തിലക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ ടീമിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും. ചെപ്പോക്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഉയർത്തിയ 166 റൺസ് വിജയം 19 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. തിലക് വർമ്മയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ വിജയതീരത്തെത്തിച്ചതും. ഇംഗ്ലണ്ടിന് മറുപടിക്കിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം പാളിയിരുന്നു. രണ്ടാം ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ ടീമിന് നഷ്ടമായി. മാർക്വുഡിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയാണ് അഭിഷേകിന്റെ പുറത്താവൽ. മൂന്നാം ഓവറിൽ സഞ്ജു സാംസണെയും ജോഫ്ര ആർച്ചർ തിരിച്ചയച്ചു. തുടർന്നൊന്നിച്ച തിലക് സൂര്യകുമാർ സഖ്യം 39 റൺസ് കൂട്ടിച്ചേർത്തു. തന്റെ ആദ്യ ഓവർ എറിയാനെത്തിയ ബ്രൈഡനെ തിലക് വർമ്മ സിക്സർ പറത്തിയാണ് സ്വീകരിച്ചത്. പക്ഷെ അഞ്ചാം ഓവറിൽ കാഴ്സയുടെ പന്തിൽ സൂര്യ ബൗൾഡായതോടെ കൂട്ടുകെട്ട് പൊളിഞ്ഞു. എന്നാൽ തിലക് വാഷിംഗ്ടൺ സുന്ദർ സഖ്യം പ്രതീക്ഷകൾ നൽകി. പക്ഷെ സുന്ദറിനെ പുറത്താക്കി വീണ്ടും കാഴ്സ് ഒരു ബ്രേക്ക് ത്രൂ നൽകി. എന്നാൽ തിലക് വർമ്മ എന്ന 22-കാരന് മുന്നിൽ കളിമറന്ന അവസ്ഥയിലാണ് ഇംഗ്ലണ്ട് ബൗളേഴ്സിനെ പിന്നീട് കണ്ടത്. കഴിഞ്ഞ ദിവസം 6 വിക്കറ്റ് നേടുമെന്ന് വെല്ലുവിളി മുഴക്കിയ ജോഫ്ര ആർച്ചറിനെതിരെ മാത്രം തിലക് വർമ്മ നേടിയത് 9 പന്തിൽ 30 റൺസാണ്. അവരുടെ ഏറ്റവും മികച്ച ബോളറെയാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. ഏറ്റവും മികച്ച ബോളറെ കടന്നാക്രമിച്ചാൽ മറ്റു ബോളർമാരെ അത് സമ്മർദ്ദത്തിലാക്കും. ആർച്ചർക്കെതിരായ കടന്നാക്രമണം നേരത്തെ തന്നെ പദ്ധതിയിട്ടതാണെന്ന് തിലക് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും അവരുടെ ഏറ്റവും മികച്ച ബോളറെ ലക്ഷ്യം വെച്ച് തന്നെയാണ് തിലക് കളിച്ചത്. ഇടംകൈയൻ ബാറ്റ്സ്മാനായ തിലക് സവിശേഷമായ കഴിവുള്ള താരമാണ്. അതിവേഗം റൺ ഉയർത്താനും ആങ്കർ റോളിൽ കളിക്കുവാനും തിലക് വർമ്മയ്ക്ക് സാധിക്കുന്നു. സുരേഷ് റെയ്നയെ പോലെ 3-ാം നമ്പറിൽ ഇന്ത്യക്ക് ലഭിച്ച വിശ്വസ്തനാണ് തിലക് വർമ്മയെന്ന് പറയാം. വരുന്ന മത്സരങ്ങളിലും സൂര്യകുമാർ 3-ാം നമ്പറിൽ തിലക് വർമ്മയെ ഇറക്കി പിന്തുണയ്ക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സഹബാറ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവിടെ ടീമിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുന്ന തിലകിനെ മുംബൈയിൽ ഒരുപാട് കണ്ടതാണ്. അത് അയാൾ ഇന്ത്യൻ ജേഴ്സിയിലും കാണിക്കുന്നു എന്നത് ഒരു ശുഭസൂചനയാണ്. 3-ാം നമ്പർ തിലകിന് സമ്മാനിച്ച സൂര്യയുടെ തീരുമാനം തെറ്റിയിട്ടില്ല.